നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുലാരിയായ ഫിഅലിനെ നസ്ബ് ചെയ്യുന്ന ചില അവസരങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും എന്താണ് മുലാരിയായ ഫിഅലെന്നും മുലാരിയായ ഫിഅലിന്റെ അർത്ഥം എന്താണ് എന്നും അതുപോലെ തന്നെ ഹുറൂഫുൽ മുലാറാത്ത് ആയിട്ടുള്ള അനിയത്തി ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ മുലാരിയായ ഫിഅലുകൾ നസ്ബോട് കൂടെ വായിക്കേണ്ട ചില സമയങ്ങൾ, ചില സന്ദർഭങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കാറുള്ളത് യക്തുബു, യജ്ലിസു, യഖ്റഉ, യൻളുറു എന്ന രീതിയിലാണ് മുലാരിയായ ഫിഅലുകൾ വായിക്കുന്നത്. ഓരോ ഫിഅലിന്റെയും അവസാനത്തെ ഹർഫിന് റഫ്ഓട് കൂടെ മർഫു ആയിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വായിക്കാറുള്ളത്. എന്നാൽ ചില നസ്ബിന്റെ ഹർഫുകൾ, ആ നസ്ബിന്റെ ഹർഫുകൾ വരുന്ന സമയങ്ങളിൽ നമ്മൾ മുലാരിയായ ഫിഅലിനെ യജ്ലിസ, യക്തുബ, യദ്ഹബ എന്ന രീതിയിലാണ് വായിക്കുക. അതിനെയാണ് അറബിയിൽ അൻ-നവാസിബ് എന്ന് പറയാറ്. അൻ-നവാസിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലാരിയായ ഫിഅലിനെ നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അൻ, ലൻ, ഇദൻ, ഖൈ. ഈ 4 ഹർഫുകളാണ് അൻ-നവാസിബ് എന്ന് പറയുന്നത്. അൻ-നവാസിബ് അൽ-അർബഅത്ത്, 4 മുലാരിയായ ഫിഅലിനെ നസ്ബ് ചെയ്യുന്ന 4 ഹർഫുകൾ. അൻ, ലൻ, ഇദൻ, ഖൈ. ഈ 4 ഹർഫുകൾ മുലാരിയായ ഫിഅലിന്റെ മുമ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ജിഇതു, ഞാൻ വന്നു. കൈ അതഅല്ലമ, പഠിക്കാൻ വേണ്ടി ഞാൻ വന്നു. പഠിക്കാൻ വേണ്ടി ഞാൻ വന്നു എന്നാണ് അതിന്റെ അർത്ഥം. കൈ എന്ന നസ്ബിന്റെ ഹർഫ് വന്നപ്പോൾ മുലാരിയായ ഫിഅല് അവസാനത്തെ അക്ഷരത്തിന് നസ്ബ് ചെയ്തു. കൈ അതഅല്ലമ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണം, ലൻ എന്ന് പറയുന്ന നസ്ബിന്റെ ഹർഫ് ചേർക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ലൻ യക്തുബ അൽ ഖിസ്സ. അർത്ഥം, അവൻ ഒരിക്കലും കഥ എഴുതുകയില്ല. ലൻ യക്തുബ. മൂന്നാമത്തെ ഉദാഹരണം അൻ എന്നുള്ളതാണ്. അൻ അൻ എന്നുള്ളത് ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു അൻ അക്തുബ അർ-റിസാലത, കത്ത് എഴുതാൻ. അൻ അക്തുബ, കത്ത് എഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ അൻ എന്ന് പറയുന്ന ഒരു ഹർഫ് നസ്ബ് വന്നപ്പോൾ മുലാരിയായ ഫിഅലുകൾ എന്ത് ചെയ്തു? അവസാനത്തെ ഹർഫിന് നസ്ബ് ചെയ്തു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. നാലാമത്തെ ഹർഫ് നസ്ബ് എന്ന് പറയുന്നത് ഇദൻ എന്നുള്ളതാണ്. ഇദൻ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇദൻ എന്ന് പറയുന്ന ഒരു നസ്ബിന്റെ അക്ഷരം വരുമ്പോൾ അവിടെ ഒരു കാര്യം, ഒരാൾ വന്നിട്ട് നമ്മളോട് കാര്യം പറയുകയാണ്. സഅസൂറു മദീനതകും, ഞാൻ നിങ്ങളുടെ പട്ടണം, ഞാൻ നിങ്ങളുടെ സിറ്റി സന്ദർശിക്കും എന്ന് പറയുമ്പോൾ അയാളോട് അങ്ങനെയാണ് എങ്കിൽ ഇദൻ തുഖീമ ഇൻദന, അങ്ങനെയാണ് എങ്കിൽ നീ ഞങ്ങളുടെ കൂടെ താമസിക്കണം. അങ്ങനെ ഒരു വ്യക്തി പറയുമ്പോഴാണ് ഇദൻ എന്ന ഹർഫ് നസ്ബ് ഉപയോഗിക്കാറുള്ളത്. സഅസൂറു മദീനതകും എന്നൊരു വ്യക്തി പറയുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യം ഒരു വ്യക്തി പറയുമ്പോഴാണ് സഅസൂറു മദീനതകും, ഞാൻ നിങ്ങളുടെ പട്ടണം സന്ദർശിക്കും. ഇദൻ, അങ്ങനെയാണെങ്കിൽ തുഖീമ ഇൻദന, നീ ഞങ്ങളുടെ കൂടെ താമസിക്കണം. ഇതാണ് നവാസിബ് എന്ന് പറയുന്നത്. മുലാരിയായ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യുന്ന 4 ഹർഫുകളാണ് അൻ, ലൻ, ഇദൻ, ഖൈ. ഈ 4 ഹർഫുകളും മുലാരിയായ ഫിഅലിന്റെ മുമ്പ് വരികയും അതിനുശേഷം മുലാരിയായ ഫിഅലുകളുടെ അവസാനത്തെ അക്ഷരത്തിന് നസ്ബ് ചെയ്തുകൊണ്ടാണ് വായിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നസ്ബ് ചെയ്യണം, അതുപോലെ തന്നെ അർത്ഥങ്ങളിലും മാറ്റമുണ്ടാകും.